ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബെഹറിൽ മലയാളികളായിട്ടുള്ള സെയിൽസ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ബെഹറിൻ മലയാളി സെയിൽസ് ടീം. അപ്പോൾ ഇവരുടെ ക്രിസ്മസ് ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് എൻ്റെ ആഘോഷ പരിപാടികളൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അറേബ്യയുടെ പവിഴദ്വീപായ ബെഹ്റിൻ്റെ മണ്ണിലെ വിവിധ കമ്പനികളിലെ സെയിൽസ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 4 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ബെഹ്റിൻ മലയാളി സെയിൽസ് ടീം. പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾക്കിടയിലും തങ്ങൾക്കൊപ്പമുള്ളവർക്ക് സഹായത്തിൻ്റെ ഒരു കൈ നീട്ടുകയാണ് ഇവർ. നിരവധി പ്രവർത്തനങ്ങളാണ് ഈ 4 വർഷ കാലയളവിൽ ഈ സംഘടന ചെയ്തിട്ടുള്ളത്. തങ്ങൾക്കിടയിലെ കലാകാരന്മാരെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഒപ്പം രക്തദാനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ഇവരുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ചടങ്ങിൽ വെച്ച് ബെഹ്റിൻകാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും പത്തനംതിട്ടയുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള ബിജി തോമസിനെ ബെഹ്റിൻ മലയാളി സെയിൽസ് ടീം ആദരിച്ചു. ബിജിനെ ഒരു 17 വർഷത്തെ മുന്നേ പരിചയപ്പെട്ടിട്ട് നല്ല സുഹൃത്തുക്കൾ കൂടെയാണ്. പക്ഷേ നമ്മുടെ പ്രവാസ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു ഈ മലയാളി സെയിൽസ് ടീമിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനായി എന്നെ ഇവിടേക്ക് ക്ഷണിച്ച അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരോട് ആദ്യം തന്നെ എൻ്റെ ഹൃദയം അറിയിച്ചോട്ടെ. ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മുഴുവൻ സമ്മാനങ്ങൾ നൽകി. തങ്ങളുടെ കൂടെയുള്ള കലാകാരന്മാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഈ പരിപാടിയിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. പാട്ടും ഡാൻസും ഒക്കെയായി ഒരടിപൊളി പരിപാടിയായിരുന്നു ഇത്. ആ പരിപാടികളൊക്കെ അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പല പരിപാടികളുടെയും പാട്ട് കട്ട് ചെയ്തേക്കാണ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു.
കലാപരിപാടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരൈറ്റമാണിത്. പാട്ട് പാടിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ചിത്രം വരച്ചത്. നമ്മൾ ശീലിക്കണം, ഇവിടെ ശീലിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് ചെയ്യാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.